ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ സാരഥികളായ കെ നമ്പൂരി, അദ്ദേഹത്തിന്റെ വൈഫ് ലതാ നമ്പൂരി രണ്ടുപേരെയും കുറിച്ച് ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അവരെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായിട്ട് അപമാനിക്കുന്ന വിധത്തിലുള്ള ധാരാളം യൂട്യൂബ് വീഡിയോകളും അതേപോലെയുള്ള സോഷ്യൽ മഞ്ഞ ചാനലുകളൊക്കെ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ കെ നമ്പൂതിരി ആത്മഹത്യ ചെയ്തു, അദ്ദേഹം ഒളിവിൽ പോയി, അദ്ദേഹത്തിന്റെ കുടുംബം തകർന്നു, ഭാര്യ വേറൊരാളോടുകൂടെ പോയി, അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ തകർന്നു പോയി, കടക്കെണിയിലായി എന്ന രീതിയിലുള്ള ഒരുപാട് പ്രചരണം കണ്ടതുകൊണ്ടാണ് ആ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്ത്. ഈ സോഷ്യൽ മീഡിയ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ പറയുന്ന കെ നമ്പൂരി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അതിനു മുൻപ് തന്നെ അവർ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം തകർന്നു പോയി എന്ന് പറയുന്നു. എന്നാൽ അതൊന്നും സത്യമല്ല എന്നും അവരിപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്ന ദമ്പതികളാണ് എന്നുള്ള കാര്യമാണ് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ധാരാളം പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കമന്റുകൾ വന്നു. പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരുപാട് പേര് അവർ അപമാനിക്കുന്നുണ്ട്, ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നോ കഴിഞ്ഞു പോയ കാര്യങ്ങളെ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് അതൊക്കെ സത്യമാണ് എന്ന് തോന്നുന്ന രീതിയിൽ പറഞ്ഞു കേട്ട കാര്യങ്ങൾ പറയുന്ന രീതിയിലുള്ള ധാരാളം വീഡിയോകൾ വന്നിട്ടുള്ളത് കൊണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് പോസിറ്റീവ് കമന്റുകൾ ആയിട്ട് വീഡിയോകൾ അതിനെ തുടർന്നിട്ട പോസ്റ്റുകൾക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ നെഗറ്റീവ് കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ ഈ കെ നമ്പൂരി, ലതാ നമ്പൂരി എന്ന് പറയുന്ന രണ്ടുപേരെയും ആർക്കും സോഷ്യൽ മീഡിയയിൽ ആർക്കും കണ്ടു പരിചയമില്ല. ഈ ചാനലുകൾ, മഞ്ഞ ചാനലുകളൊക്കെ അവരെ കുറിച്ച് നട്ടാ കുരുക്കാത്ത നുണകൾ അല്ലെങ്കിൽ ഒരുപാട് തോന്നിയാസങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് ആ ചാനലിനെ കുറിച്ച് നിങ്ങൾ ഫോട്ടോ ഇട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ആളുകളൊക്കെ അവരെ അറിഞ്ഞു, അല്ലെങ്കിൽ അവരെ ആരും അറിയില്ലായിരുന്നല്ലോ, എന്തിനാണ് അവരെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അപമാനിച്ചത്, ഈ പറയുന്നവരെക്കാൾ നിങ്ങളല്ലേ അവരെ അപമാനിച്ചത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോകൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വന്ന കമന്റുകൾ ആ ഇട്ട ഫോട്ടോകൾ അവര് ഇപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിൽ AI ക്രിയേറ്റഡ് ആണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരുപാട് കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് 2023 2015 സോഷ്യൽ മീഡിയയിൽ ഇട്ട ഫോട്ടോകൾ ഒരിക്കലും AI ക്രിയേറ്റഡ് ആവാൻ സാധ്യതയില്ല. ഇപ്പോഴാണ് ഈ AI ഒക്കെ വന്നത് എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് വെറും സ്ക്രീൻഷോട്ടായിട്ട് പ്രചരിപ്പിച്ചത് കൊണ്ടായിരിക്കണം അതൊരു AI ക്രിയേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയത്. അതിന്റെ യഥാർത്ഥ ലിങ്ക് കണ്ടാൽ അത്രയും വർഷങ്ങൾക്ക് മുൻപ് തന്നെയാണ് അത് ഇട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി വീണ്ടും അത് കുത്തിപ്പൊക്കി അതിന്റെ അടിയിൽ പോയി കമന്റ് ചെയ്ത് അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് അത് ഹൈഡ് ചെയ്ത് വെച്ച രീതിയിൽ അല്ലെങ്കിൽ ലിങ്ക് ആയിട്ട് ഇടാതിരുന്നത് എന്നുള്ളതാണ് സത്യം. വീണ്ടും അവരെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ അവരെ വീണ്ടും ഈ കീറി മുറിക്കാൻ ഇട്ട് കൊടുക്കണം എന്നൊന്നും വിചാരിച്ചതല്ല. എന്നാലും വീണ്ടും അവരെ കുറിച്ച് ഇത്തരം അപവാദങ്ങൾ ഇപ്പൊ ഇന്നലെ പോലും അവരെ കുറിച്ച് ഒരുപാട് മോശം വീഡിയോകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കുറിച്ച് പ്രചരിക്കുന്ന ചില വോയിസ് ക്ലിപ്പുകളൊക്കെ എടുത്തിട്ട് അതിന്റെ ഓരോ വരികളും ഇഴകിയിടി പരിശോധിച്ചിട്ട് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ അയ്യോ അങ്ങനെയാണോ, അതാണോ, ഇതാണോ, അല്ലെങ്കിൽ കഷ്ടമായി പോയി, അല്ലെങ്കിൽ അവരുടെ റെയ്ഡ് പിടിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള എക്സ്പ്രഷനൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ വീണ്ടും അവരെ കുറിച്ച് സത്യാവസ്ഥ പറയണം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്ത്. അല്ലാതെ അവരെ വീണ്ടും ഈ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കാൻ, കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടും അല്ല അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ പറയുന്ന കെ നമ്പൂതിരി, അദ്ദേഹത്തിന്റെ വൈഫ്, അവരുടെ ഏറ്റവും പുതുതായിട്ടുള്ള ഒരു മാസം മുൻപുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ അവർ വളരെ സന്തോഷമായിട്ട് അവരിപ്പോഴും ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നു. അതിൽ ആരും ഒളിവിൽ പോവുകയോ ജയിലിൽ പോവുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും അവരിപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് വെറും ഒരു മാസം മുൻപ് എടുത്തൊരു ഫോട്ടോ, ഒരു ഫോട്ടോ അല്ല ഒരുപാട് ഫോട്ടോകൾ അവരുടെ തന്നെ ഒരു ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും നല്ലൊരു പ്രൊഫൈലുള്ള ഒരു വ്യക്തി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വീണ്ടും എന്തിനാണ് അവരുടെ ഫോട്ടോ എടുത്തിട്ട് വീണ്ടും അവരെ അപമാനിക്കാൻ നിൽക്കുന്നതെന്ന് ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് വരികയാണെങ്കിൽ അവരോട് പറയാനുള്ളത്, ഈ ഒരു ഫോട്ടോ അവരുടെ ഫാമിലി ഫ്രണ്ട് തന്നെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു എന്ന് വെച്ചാൽ അവർ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഒളിവിൽ പോവുകയോ ആരെങ്കിലും പറ്റിച്ച് ജീവിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് അവർക്ക് സമൂഹത്തോട് പറയാൻ ഉള്ളിലെങ്കിലും ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കണം അവരുമായിട്ട് അത്രയും അടുപ്പുള്ള ഒരു വ്യക്തി അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഇങ്ങനെ ഒരു കാര്യം, ഈ ഒരു ഫോട്ടോ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെയുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പറയുന്ന പോലെ അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോക്കാരോ റിയാക്ഷൻകാരോ മഞ്ഞ ചാനലുകാരോ പറയുന്ന പോലെ വർഷങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടില്ല, ഒളിവ് പോയിട്ടില്ല. അല്ലെങ്കിൽ പറയാം ഒരു വർഷങ്ങൾക്ക് മുൻപ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആവുന്നതിനും 10-20 വർഷം മുൻപ് നടന്ന ഒരു സംഭവം, അവരുടെ ഒരു സ്ഥാപനം ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരവരുടെ വേർപ്പും അധ്വാനവും ഒക്കെ വെച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സ്ഥാപനം ഒരു പ്രത്യേക ഘട്ടത്തിൽ തകർന്നു പോയിട്ടുണ്ടായിരിക്കാം. ഏത്
സ്ഥാപനവും ഏത് വ്യക്തിയും ഒരുപാട് പണമുള്ള വ്യക്തികളും താഴേക്കടയിലുള്ള വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. വലിയ ആളുകൾക്ക് വലിയ രീതിയിലുള്ള താഴ്ച ഉണ്ടായിരിക്കും, ചെറിയ ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള താഴ്ച ഉണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കും വലിയ ആളുകളുടെ വീഴ്ച മാത്രമാണ് വലിയ വീഴ്ച എന്നാൽ ഒരിക്കലും അല്ല. ഈ ചെറിയ ആളുകൾക്ക് പോലും ചിലപ്പോൾ 10 രൂപയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വീഴ്ചയും അതും ഒരു വീഴ്ച തന്നെയാണ്. പക്ഷെ നമ്മൾ വലിയ പണമുള്ള ആളുകൾ വീണ് കഴിയുമ്പോൾ അതൊരു ആഘോഷമായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. ഈ വ്യക്തി 2005 ഈ പറയുന്ന റോയി ഈ KK നമ്പൂരിയെ പറ്റിച്ചിട്ട് പോയി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ആരോപണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. അങ്ങനെ സംഭവിച്ചു. അവരുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഏകദേശം ആ സമയം മുതൽ ഒരു തകർച്ചയെ നേരിട്ടു. അവർക്ക് കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അവർ കൃത്യമായി ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവർ കൊടുക്കാന്ന് പറഞ്ഞ ഫ്ലാറ്റ് അവർക്ക് പണിത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്തായാലും അവർ ആ സമയം മുതൽ ഒരു തകർച്ചയെ നേരിടുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ, 1-2 കേസ് വന്നു കഴിഞ്ഞാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ആവുക, അല്ലെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരിക. ബാങ്കിൽ നിന്ന് ഒരു പൈസ എടുക്കാൻ പറ്റുന്നില്ല, കേസ് ഉണ്ടെന്ന് വെച്ചാൽ പിന്നീട് അവിടുന്ന് എല്ലാ കാര്യങ്ങളും തകർന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജ് അവർക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് അവർ ഈ സമൂഹത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരിക്കാം. അതിനാണ് ഈ ഒളിവിൽ പോവുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ മാറി നിന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അവർ ആ സമയത്ത് അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്തു, അവരുടെ ബിസിനസ്സുകൾ തകർന്നു, അവര് അങ്ങനത്തെ ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നുപോയി. ഒരുപക്ഷെ ജയിലിൽ പോയി എന്ന് എല്ലാവരും പറയുന്നു. അവരെ കുറിച്ചുള്ള ഒരുപാട് ജഡ്ജ്മെന്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോ കേസിനെ കുറിച്ചുള്ളത് ഉണ്ടായിരിക്കാം. അവരൊരു പക്ഷെ ജയിലിലും പോയിട്ടുണ്ടായിരിക്കാം. അവർ ആ ഒരു കാലം മുഴുവൻ അതിജീവിച്ച് ഇപ്പോ അവരൊരു സ്വസ്ഥമായ ജീവിതം നയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് ആ പോസ്റ്റ് ഇട്ടൊരു വ്യക്തി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു, കടക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് പറ്റുന്നത് പോലെ ഓരോ ദിവസവും സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകർന്ന സമയം മുതൽ അവരുടെ ആഡംബര ജീവിതവും അതുവരെയുള്ള ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം മാറ്റി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഇനി മുന്നോട്ടുള്ള ജീവിതം വളരെ സിമ്പിളായും ലളിതമായും നയിക്കാന്നുള്ള ആഗ്രഹത്തിൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഓരോ കടങ്ങളും ഓരോ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് മുന്നോട്ട് പോയി വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതം വളരെ ദൈവവിശ്വാസത്തോടുകൂടെ അവരുടെ ഒരു വിശ്വാസത്തോടുകൂടെ എങ്ങനെ മുന്നോട്ട് പോകാന്ന് പറഞ്ഞ് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളാണ് അവരിപ്പോഴും വളരെ സന്തോഷമായിട്ട് ഓരോ ദിവസവും ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ധാരാളം സ്വത്തുക്കളുണ്ട്, കോടികളുടെ സ്വത്തുക്കളും ആസ്തിയും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഇതുപോലെ ഒരുപാട് കേസുകളും പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് എല്ലാ സ്വത്തും എടുത്ത് വിറ്റ് അല്ലെങ്കിൽ കടങ്ങൾ വീട്ടാനൊക്കെ സാധിക്കുന്നില്ലായിരിക്കാം. അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റാത്തതും. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വീഡിയോകളുടെ അടിയിൽ വന്നിട്ട് ഇവരെ കുറിച്ച് മോശമായിട്ട് പറയുന്ന വീഡിയോകളുടെ അടിയിൽ വന്നിട്ട് എന്നെയും പറ്റിച്ചു എന്നുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കേസും പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് അവർക്ക് എല്ലാം വിറ്റ് എല്ലാ കടങ്ങളും വീട്ടാൻ ഒരിക്കലും സാധിക്കുന്നില്ലായിരിക്കാം. അതിന്റെ പ്രശ്നങ്ങൾ മാത്രമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ജീവിതത്തിനെ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അവരെ കുറിച്ച് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട്, എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവുന്നതിന് മുൻപാണ് ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. എന്നിട്ട് അവരെ കുറിച്ച് ഇപ്പൊ വന്നിട്ട് ആരോ പറഞ്ഞു കേട്ട കാര്യങ്ങൾ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന ആരും ഇവരൊരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല. അവരുടെ വിഷയങ്ങളൊന്നും അവർക്ക് അറിയുന്ന പോലുമല്ല. അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അവർ മുൻപ് കേട്ടിട്ട് പോലുമില്ല. ഇപ്പൊ ഈ റോയ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മരണം ഉണ്ടായ സമയത്ത് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുന്നതിന് വേണ്ടി, ഈ വീഡിയോയിലൂടെ കിട്ടുന്ന വരുമാനത്തിന് വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് എവിടെയോ ഒതുങ്ങി ജീവിക്കുന്ന 2 വ്യക്തികളെ കുറിച്ച് ഇതുപോലെ അപവാദം പറയുന്നത് കേട്ടിട്ടുള്ള സങ്കടം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിട്ട വീഡിയോന്റെ അടിയിൽ കുറെ വന്ന കമന്റ്, എന്നാൽ അവർക്ക് നേരിട്ട് വന്ന് പറഞ്ഞൂടെ, ഈ കാര്യങ്ങൾ പറഞ്ഞൂടെ എന്നൊക്കെ ഉള്ളതാണ്. ഈ സംഭവം നടന്നിട്ട് 2005 ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ തകർച്ച തുടങ്ങുന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയോ വർഷങ്ങൾ, 10-20 വർഷങ്ങൾ കഴിഞ്ഞു പോയി. അവർക്ക് സമൂഹത്തിനോട് വന്നിട്ട് ഇക്കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് എന്നോ ആവായിരുന്നു. അതിനവർക്ക് ഇവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അവർക്ക് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വന്നിട്ട് ഒരു വീഡിയോയോ ഒരു പോസ്റ്റോ ഇട്ടിട്ട് കാര്യങ്ങൾ പറയായിരുന്നു. പക്ഷെ അവർക്ക് ഇത്തരം വിഴുപ്പലക്കലിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവരത് പറയാതിരുന്നിട്ടുണ്ടാവുക. എന്നിട്ട് അവരത് പറയാതിരുന്നത് അപ്പൊ എന്തോ കള്ളത്തരുള്ളത് കൊണ്ടല്ലേ അവർ വന്നിട്ട് പറയാതിരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് റോയിയോട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, റോയി അവരോട് മോശമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു, അവരെ പറ്റിച്ചു എന്ന് പരാതി ഉണ്ടെങ്കിൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാവുന്നതേ ഉള്ളൂ, അവർക്ക് കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. നമ്മളിപ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറിച്ച് എപ്പോഴും പറയും, നിങ്ങൾ എന്തിനാണ് ആ യൂട്യൂബറെ കുറിച്ച് അല്ലെങ്കിൽ ആ ഫാമിലി വ്ളോഗ് ഇടുന്ന ആ വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, അവരുടെ കുടുംബജീവിതത്തിനെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ വിമർശിക്കാറുണ്ട്. അവരൊക്കെ അവരുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ട്
ഇട്ട് പ്രദർശന വസ്തുവാക്കുന്നതിന് കൊണ്ടാണ് ആളുകൾ വന്നിട്ട് അത് കണ്ടിട്ട് അഭിപ്രായം, റിയാക്ഷൻ വീഡിയോക്കാർ വന്നിട്ട് അത് കണ്ട അഭിപ്രായം ഒക്കെ പറയുന്നത്. പക്ഷെ ഈ പറയുന്ന ഈ KK നമ്പൂരിയും ലതാ നമ്പൂരിയും വളരെ ഒതുങ്ങിയ ഒരു ജീവിതം എവിടെയോ നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേര് അവരവരുടെ ആ ഒരു ഒതുങ്ങി അവരുടെ ഒരു ലൈഫ് അത്രയും സേഫായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് ഇത്രയും മോശമായിട്ടുള്ള ഒരു കഥ എന്ന് പറഞ്ഞാൽ എന്നോ അവര് റോയിയുടെ കൂടെ പോയി അല്ലെങ്കിൽ ചാടിപ്പോയി ഒളിച്ചോടിപ്പോയി അത് കണ്ടിട്ട് നമ്പൂരി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ രീതിയിലുള്ള വളരെ വളരെ മോശമായിട്ടുള്ള കഥകൾ പറയുന്ന ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഈ മഞ്ഞ ന്യൂസുകൾ ചെയ്യുന്ന ആളുകളോട് പുച്ഛം മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അവരവരുടെ ജീവിതം പ്രദർശിപ്പിക്കാത്ത എടുത്തോളം കാലത്തോളം എന്തിനാണ് ഇത്തരം മഞ്ഞ കഥകൾ പറയുന്നത് എന്നേ ചോദിക്കാനുള്ളൂ. എന്തായാലും അവര് വളരെ സന്തോഷമായിട്ട് എവിടെയോ നന്നായി ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എവിടെയാണെന്ന് അറിയുന്നുണ്ടെങ്കിലും പറയുന്നില്ല. ഇനി പോയിട്ട് ഈ മഞ്ഞ ചാനലുകൾ ഉണ്ടല്ലോ, ചില മാത്ത് വെച്ച് തുടങ്ങുന്ന ചാനലുകൾ, അവര് പോയിട്ട് ഇവരെ നിർബന്ധിച്ച് ഇന്റർവ്യൂ എടുത്ത് അവരെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അവരെ കീറി മുറിക്കാൻ ഇട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവരെവിടെയോ ജീവിച്ചോട്ടെ, അത് എവിടെയാന്ന് പറയേണ്ട കാര്യമില്ല, എല്ലാവരെയും അറിയിക്കേണ്ട കാര്യമില്ല. അവരെന്തായാലും ഈ ഭൂമിയിൽ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന ആളുകളോട് പറയുക, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവരെ കുറിച്ച് ഇത്തരം തോന്നിവാസങ്ങൾ പറയുന്നത് എന്ന് നിങ്ങളൊരു കമന്റ് ഇട്ട് പറയുക. അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.